ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല നാടൻ രുചിയുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. ഇത് ഞാൻ ഈസി പാലപ്പം റെസിപ്പിയുടെ കൂടെ കാണിച്ചിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പം തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയൊക്കെ വേണ്ടിയിട്ട്. അന്നേ ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പം എല്ലാവരും കേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അതങ്ങ് വിട്ടുപോയതാണ്. ഇപ്പോൾ ഓർത്തപ്പോൾ ഇടുന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ സവാളയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കാം. എന്നാൽ ഇത് കഴിച്ചു നോക്കിയാൽ ഒരിക്കലും പറയില്ല നമ്മൾ ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈസി ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക് അങ്ങനെ തന്നെയുള്ള കുരുമുളകാണ് ഇടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കുരുമുളക് ആസ് സച്ച് ആണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഒരു 4 ഏലക്ക, 3 ഗ്രാമ്പു, പിന്നെ എടുക്കുന്നത് പട്ടയാണ്. ഈ ഒരു അളവിലാണ് കേട്ടോ പട്ട എടുക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പട്ടയാണ്. അത് വളരെ തിന്നായിട്ടുള്ള പട്ടയാണ് കേട്ടോ. അപ്പം നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള പട്ടയൊക്കെ കിട്ടും. അതാകുമ്പോൾ ഇത്രയും അളവിൽ ഇടണ്ട. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്, സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, വേറെ എണ്ണ എടുത്താൽ ഈ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അതിലേക്ക് നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ ഇടുന്നത്, മുറിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് നല്ലപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2-3 തണ്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെന്ന് പറയുന്ന ഒരു നാടൻ ചിക്കൻ പെരട്ടാണ്. അപ്പോൾ അതിന് കറിവേപ്പിലൊക്കെ നന്നായിട്ടുണ്ടായിരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അതവിടെ സിമ്മിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. ഇപ്പം കുറച്ച് എണ്ണയൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് ഇതങ്ങ് നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരണം. അതുകൂടാതെ അതിൻ്റെ ആ ഒരു കളറും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വരണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുളകിൻ്റെ ഒരു പച്ച ചുവ മുന്നിട്ട് നിൽക്കും. ഇപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത് കേട്ടോ. ഇതും പോരാ, നമുക്ക് അതിനകത്തുനിന്ന് എണ്ണയൊക്കെ നന്നായിട്ട് അങ്ങ് തെളിഞ്ഞ് വരണം. ഇപ്പം കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും കണ്ടോ മസാലയുടെ ആ ഒരു ടെക്സ്ചർ മാറി അതിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അത് ഈ ഒരു പരുവം വരെ നമ്മളതൊന്ന് മൂപ്പിച്ചു കൊടുക്കണം. വേറെ ഒന്നും നമുക്ക് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഒരു കുറച്ചൊരു പണി എന്ന് പറയുന്നത്. ഇതൊരു പണിയേ അല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ ഇങ്ങനെ തിളച്ച് കാണുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചിക്കനൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വാങ്ങിച്ച അപ്പം തന്നെ ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞും ടേസ്റ്റ് തലേദിവസമൊക്കെ വാങ്ങിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് അത് പിന്നെ എടുത്ത് ആ തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം കറിയൊക്കെ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നല്ലൊരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ കൂടുതൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് വരിക എന്ന് പറഞ്ഞാൽ ഈ ചിക്കനകത്തുനിന്നുള്ള വെള്ളം പുറത്തോട്ട് വന്നതിന് ശേഷം മാത്രമേ ബാക്കി നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഏത് ചിക്കൻ കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും, ടേസ്റ്റും കൂടുതലായിരിക്കും. അല്ലാതെ ചിക്കൻ ഇട്ട ഉടനെ വെള്ളവും എടുത്തൊഴിച്ച് അങ്ങനെ ചെയ്യുമ്പം ആ നല്ലൊരു ടേസ്റ്റോ നല്ലൊരു സോഫ്റ്റ്നെസ്സോ ഒന്നും കിട്ടില്ല. ഇതിനടുത്ത് നിന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി, അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നവുമില്ല. അടച്ചൊന്നും വെക്കണ്ട, തുറന്ന് തന്നെ വെച്ചാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കാം. നല്ലൊരു നാടൻ ടേസ്റ്റുമാണ്. ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്കധികം ഈസി ആയിട്ട് നമുക്ക് തോന്നും. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ പെരട്ടാണിത്. അതിപ്പം കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തോട്ട് വന്ന് കുറച്ചും കൂടെ സമയം കൂടെ വെക്കുമ്പോഴത്തേക്കും അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇപ്പം ചിക്കനിലെ വെള്ളം എന്ന് പറയുന്നത് ചില ചിക്കനിൽ കൂടുതൽ വെള്ളമുള്ള ചിക്കനായിരിക്കും, വെള്ളം കുറവുള്ള ചിക്കനായിരിക്കും. ഇത് അത്ര വെള്ളം അധികം ഇല്ലാത്ത ചിക്കനാണ്. അതപ്പോൾ അതുകൊണ്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് നൈസായിട്ട് അരിഞ്ഞാണ്. ഇനി ഒരു കഷ്ണം ഇഞ്ചി, ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്, തീരെ ചെറുതല്ല. ഇഞ്ചിയുടെ ടേസ്റ്റ് കുറച്ച് അങ്ങനെ മുന്നിട്ട് നിൽക്കണം.
ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. ജസ്റ്റ് വെറുതെ വെച്ച് മിക്സിയിലിട്ട് അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് കല്ല് വെച്ച് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അതിട്ടിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഇതും അതുപോലെ തന്നെ കുത്തി ചതച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് എടുക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ, വളരെ ചെറിയ തക്കാളിയാണ്. തക്കാളി അധികമായി പോരുത്. മീഡിയം സൈസ് തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താലും മതി. അത് ഇട്ട് കൊടുക്കാം. ഇനി നിറച്ചും കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പം സവാളയിൽ നിന്നും ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇപ്പം കുറച്ച് സമയം നമ്മൾ ഒരു ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു നാടൻ മണമാണ് കേട്ടോ ചിക്കൻ്റെ. അതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി, കുറേ കൂടെ വറ്റിയിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ചീനച്ചട്ടി സ്റ്റീലിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഇടയ്ക്ക് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നത്. മറ്റേത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത്രയും ഇടയ്ക്കിടയ്ക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചിക്കൻ ഒന്ന് വെന്തോ നോക്കാം. ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമാണ് വരുന്നത്. അതൊന്നുകൂടെ തട്ടിപ്പൊത്തി അവിടെ ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് എടുക്കാം, ഏത് പരുവത്തിന് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഒന്ന് വരട്ടിയിട്ടെടുക്കുന്നുണ്ട്. ഇത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വരട്ടിയെടുക്കാം. അത് തുറന്ന് വെച്ച് അവിടെ ഇരുന്നാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മാത്രം മതി. ഇപ്പം നന്നായിട്ട് വരണ്ട് നല്ല മസാലയൊക്കെ പിടിച്ച് പൊതിഞ്ഞിരിപ്പുണ്ട് ചിക്കനിലൊക്കെ. അത് മതി. ഇനി നമുക്ക് നന്നായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയാണ് ഇതിൻ്റെ താരം. നല്ലപോലെ കറിവേപ്പില വേണം. ഇപ്പം നല്ലപോലെ വരട്ടി എടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുമുണ്ട് കേട്ടോ, നല്ല സ്മെല്ലാണ്. കുരുമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മസാലയുടെ ടേസ്റ്റ് എല്ലാം പാകത്തിനാണ്. ഇനി നമുക്ക് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കണ്ട, കുറച്ചൊന്ന് തുറന്ന് ആ ഒരു ആവി വെള്ളം വീഴരുത്, അവിഞ്ഞു പോകും. അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് മാത്രം അടച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് കഴിക്കാൻ നേരത്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല മുരിഞ്ഞ പൊറോട്ടയുടെ മുകളിലോട്ട് ചിക്കൻ റോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്. കുരുമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. നല്ലൊരു നാടൻ മസാല ടേസ്റ്റാണ് കേട്ടോ. സവാളയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. കഴിക്കുമ്പോഴാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ മോളും വന്നും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടാക്കി നോക്കി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കൂസ് ഡൈൻ ചിക്കൻ റെസിപ്പീസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ. അപ്പോൾ ധാരാളം ചിക്കൻ റെസിപ്പീസ് കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി നോക്കണം. എല്ലാം ഇതേപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ റെസിപ്പീസ് തന്നെയാണ്. ഈ ഒരു ചിക്കൻ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.